ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷെസ്വാൻ സോസിന്റെ റെസിപ്പി ആയിട്ടാണ്. ചൈനീസ് ഡിഷസ് ആയ ഷെസ്വാൻ റൈസ്, ഷെസ്വാൻ നൂഡിൽസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷെസ്വാൻ സോസ്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പി ജിനിദോശയായിരുന്നു. അപ്പോൾ ജിനിദോശയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സോസ് ആയിരുന്നു ഷെസ്വാൻ സോസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ കാണാനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി ഒന്ന് നോക്കണേ. നമുക്ക് എങ്ങനെയാണ് ഷെസ്വാൻ സോസ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കമുളകാണ്. അപ്പോൾ അത് സാധാരണ മുളകും പിന്നെ അതേപോലെ തന്നെ പിരിയൻ മുളക് ഉണ്ടല്ലോ നമ്മളുടെ കാശ്മീരി മുളക്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. മറ്റേ സാധാരണ മുളക് 50 ഗ്രാമും പിരിയൻ മുളക് 50 ഗ്രാമും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 100 ഗ്രാം ഉണ്ട്. സാധാരണ മുളക് മാത്രം എടുക്കുകയാണെങ്കിൽ സോസിന് നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് കാശ്മീരി മുളകും കൂടി ചേർത്തിട്ട് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളകാകുമ്പോഴത്തേക്ക് സോസിന് നല്ലൊരു കളറും ഉണ്ടാവും, ആവശ്യത്തിനുള്ള എരിവും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ 100 ഗ്രാം മുളകിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ്. മുളക് ഇങ്ങനെ നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1 ലിറ്റർ വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന മുളകൊക്കെ ഒന്ന് താന്ന് നന്നായിട്ടൊന്ന് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുളക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം നമുക്ക് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് അടച്ചിട്ട് അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുതിർന്ന മുളക് എടുക്കാം. ഇനി മുളക് അരമണിക്കൂർ ഇങ്ങനെ കുതിർത്ത് വെക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കുക്കർ എടുത്തിട്ട് അതിലേക്ക് മുളകിട്ട് സാധാരണ പച്ചവെള്ളം കുറച്ചൊഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ അത് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് എടുക്കാം. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ മുളക് മാത്രമായിട്ട് ഇങ്ങനെ കോരി എടുക്കുവാണ്. മൊത്തം കോരി എടുത്തിട്ടുണ്ട് മുളക്. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഈ വെള്ളം അങ്ങ് കളഞ്ഞേക്കാട്ടോ, ഇത് നമുക്ക് ആവശ്യമില്ല. മുളക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പകുതി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം കൂടി ഇപ്പോൾ അരയ്ക്കാൻ പറ്റത്തില്ല, 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. മുളക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും 1-2 ചെറിയ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഈ മുളകിൻ്റെ അരപ്പൊന്ന് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ചെറിയ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി 1/2 കപ്പ് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് 1/2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ചെറുതായിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് എങ്കിലും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, സാൾട്ട് 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ സോയാ സോസ്, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ, ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത്. ഇപ്പം 10 മിനിറ്റ് ആയി. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചെടുത്തിട്ടൊന്ന് ഒരു പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒഴുകിയൊക്കെ പോകാതെ ഇങ്ങനെ തിക്കായിട്ട് തന്നെ ഉണ്ടാവണം. ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആകും കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് അച്ചാർ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ ചൂട് മൊത്തം മാറിയ ശേഷം നല്ല ഉണങ്ങിയ ടൈറ്റായിട്ട് അടപ്പുള്ള ഒരു ബോട്ടിലിനകത്താക്കി
നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതേപോലെ തന്നെ എടുക്കുമ്പോഴും നല്ല ഉണങ്ങിയ സ്പൂൺ തന്നെ ഇട്ടിട്ട് എടുക്കാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.